ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ രണ്ടത്തെ വീഡിയോ ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പോഴും കുറേ പേർക്ക് ഈ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചും മറ്റു കാര്യങ്ങളിലൊക്കെ ഒരുപാട് കൺസേൺസ് കമന്റ് ത്രൂ എനിക്ക് ഇൻസ്റ്റയിൽ കൂടെയൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് എല്ലാവർക്കും ഇതിനെ ഈ അലോട്ട്മെന്റിനെ കുറിച്ചൊക്കെ ഒരു ഓവർഹോൾ ഒരു ഐഡിയയിലാണ്. ഞാൻ ഇത്ര നാളിട്ട വീഡിയോയിൽ നിന്ന് ജനറലി ഉള്ള കൺസേൺസ് ഞാൻ കുറച്ച് കമൻസ് പിക്ക് ചെയ്തിട്ട് ആ കമൻസിന് റിപ്ലൈ തരാം. അപ്പം ഒരാളുടെ സംശയമായാലും അത് മറ്റുള്ളവരൊക്കെ എല്ലാവർക്കും യൂസ് ആവും. ഞാൻ കുറച്ച് കമൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. സ്കീമുമായിട്ട് റിലേറ്റ് ചെയ്തതും കുസാറ്റുമായിട്ട് റിലേറ്റ് ചെയ്തതും കൊണ്ട് ഇപ്പോൾ കുസാറ്റിൻ്റെ പ്രൊസീജിയേഴ്സ് ആണ് നടക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലും കുസാറ്റിൻ്റെ വീഡിയോസ് ആണ് ഇട്ടിട്ടുള്ളത്. ഓഫ്കോഴ്സ് അതുപോലെ അതുകൊണ്ട് തന്നെ കുസാറ്റിന്റെ കമന്റ്സ് ആണ് കൂടുതലും, എങ്കിലും ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കമന്റ്സും ഉണ്ട്. അപ്പോൾ തുടങ്ങാം. ഫസ്റ്റ് കമന്റ് എന്ന് പറയുന്നത്, ഡു കുസാറ്റ് ഹാവ് യൂണിഫോം ഫോർ ECE സ്റ്റുഡൻസ്? ഓഫ്കോഴ്സ് ഉണ്ട്. കുസാറ്റിൽ SOE സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിന്റെ അണ്ടറിൽ വരുന്ന കോഴ്സസിനെല്ലാം യൂണിഫോമാണ്. എക്സാമ്പിള് CS, EC, EEE, MEC, സിവില്, ഫയർ ആൻഡ് സേഫ്റ്റി ഇതെല്ലാം യൂണിഫോമാണ്. പിന്നെ യൂണിവേഴ്സിറ്റി അണ്ടർ കോഴ്സ് ഷിപ്പ് ടെക്നോളജി, ഇൻസ്ട്രുമെന്റേഷൻ, പോളിമർ ഇതിനൊക്കെ യൂണിഫോം അല്ല, കളർ ഡ്രസ് ആയിരിക്കും. ബാക്കി SOEന്റെ അണ്ടറിൽ വരുന്ന കോഴ്സസിനെല്ലാം യൂണിഫോമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത്, ടോംസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയം നല്ലതാണോ? എനിക്കറിയില്ല. എനിക്കറിയില്ല. ഇങ്ങനെയുള്ള കോളേജ് മാക്സിമം അവിടെ പഠിക്കുന്ന കുട്ടികളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നോക്കുക. എന്തെന്നൊക്കെ വീഡിയോയിൽ കൂടെ പറഞ്ഞാലും നമ്മളൊരു കോളേജിനെ കുറിച്ച് തിരക്കുമ്പോൾ അവിടെ പഠിക്കുന്ന ആളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആക്ച്വൽ ഡീറ്റെയിൽസ് കിട്ടത്തുള്ളൂ. ടോംസ് കോളേജിൽ പഠിക്കുന്ന ആരെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കോളേജ് ചെയ്യുന്നെങ്കിൽ മിനിമം ഒരു 10-30 ആളടുത്തെങ്കിലും ചോദിച്ചിരിക്കണം. പല ആൾക്കാരും ചിലപ്പോൾ പലതായിരിക്കും പറയുന്നത്. എങ്കിലും മിനിമം 10 പേരെടുത്തെങ്കിലും നമ്മൾ അഭിപ്രായം ചോദിക്കണം. ഈ ജസ്റ്റ് അതിപ്പോൾ ഇത് കമന്റ് ഇട്ട ആരായാലും ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റേക്ക് ടോംസ് കോളേജ് സെർച്ച് ചെയ്യുമ്പോൾ ഏത് ആ കോളേജായിട്ട് റിലേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു അക്കൗണ്ടൊക്കെ കിട്ടോളാം. അതിലേക്ക് ആരെങ്കിലും ഒക്കെ മെസ്സേജ് ഇട്ടാൽ മതി, റിപ്ലൈ കിട്ടും. അത്രേ ഉള്ളൂ. ഇതെല്ലാവർക്കുമാണ്. ഒരുപാട് പേർക്ക് ഇങ്ങനെ കോളേജ് റിലേറ്റഡ് ഡൗട്ട്സ് ആണ്. മാക്സിമം അവിടെ പഠിക്കുന്ന ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2023 കട്ട് ഓഫ് 2024 കട്ട് ഓഫ് നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ. വിച്ച് കട്ട് ഓഫ് ഷുഡ് ബി കൺസിഡർ? ഇത് കീമോ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ കാര്യം പറയുന്നത് വെച്ചാൽ, 2023 മാത്രമേ ആക്ച്വൽ തേർഡ് അലോട്ട്മെന്റ് വരെ ഉള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. 2024 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കിടക്കുന്നത് സെക്കൻഡ് അലോട്ട്മെന്റ് കട്ടായേക്കുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2024 കൺസിഡർ ചെയ്യേണ്ട. അതുപോലെ 2027 മറ്റേ നീറ്റിന്റെ പ്രോബ്ലംസ് ഒക്കെ വന്നുകൊണ്ട് ഒരുപാട് മെഡിക്കൽ ആസ്പിറൻസ് കീമിലോട്ട് കയറിയിട്ടുണ്ട്. ഇത്തവണ അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് 2023 കൺസിഡർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഞാൻ കീമിന്റെ ലാസ്റ്റ് റാങ്ക് മെക്കാനിക്കലിൻ്റെതും CS, EC 3 കോഴ്സിന്റെ ലാസ്റ്റ് റാങ്ക് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ലാസ്റ്റ് റാങ്ക് ഇൻഫർമേഷൻ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ഔട്ട് ചെയ്തോ. ഇനി ഏതെങ്കിലും കോഴ്സിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമന്റ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അത് ക്വസ്റ്റ്യൻ അല്ലടാ, എനിക്ക് വന്നൊരു കൺസേൺ ആണ്. സൗണ്ട് ഒന്ന് സെറ്റ് ആക്കുമ്പോൾ മൈക്ക് തന്നെ നല്ല സൗണ്ട് പ്രോബ്ലം ഉണ്ടെന്ന് അറിയാം. മൈക്കിന്റെ പ്രശ്നമാണ്. മൈക്ക് വേറും ചാത്ത മൈക്കാണ്. ഞാൻ ചുമ്മാ ഈ ചാനലിൽ ഞാൻ ചുമ്മാ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി തുടങ്ങിയതാണ്. പക്ഷേ ഇത്രയും വ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ കാണുമ്പോൾ ഒന്ന് ഇതിലോട്ടൊന്ന് കിടക്കണമെന്നൊരു ഇതുണ്ട്. നമുക്ക് ഫ്യൂച്ചറിൽ സെറ്റാക്കാം. മൈക്ക് അത്യാവശ്യം നല്ല ലോക്കൽ സാധനമാണ്. അതിൻ്റെതായ പ്രശ്നങ്ങൾ കാണും. സെറ്റാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അത് വിളിക്കാണ്. അപ്പോൾ വാട്സപ്പ് നമ്പർ ഉണ്ടോ? കോൺടാക്ട് ചെയ്യാനായോ? സം ഡൗട്ട് റിഗാർഡിംഗ് ദ കോഴ്സ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ചാനലിൻ്റെ ഇൻസ്റ്റ ID പിൻ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റ IDയിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും. മാക്സിമം എന്നെ കൊണ്ടായിട്ട് മാക്സിമം എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ തരാൻ നോക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടോട്ടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ ഇന്ത്യ മെറിറ്റ് ആണോ സ്റ്റേറ്റ് മെറിറ്റ് ആണോ കിട്ടാൻ ചാൻസ് കൂടുതൽ?
അങ്ങനെ വെച്ചാൽ ഓൾ ഇന്ത്യ മെറിറ്റാണ് ചാൻസ് കൂടുതൽ. സ്റ്റേറ്റ് മെറിറ്റിൽ ഫീസ് കുറവാണ്. അപ്പോൾ അത് സ്റ്റേറ്റ് മെറിറ്റിൽ റാങ്ക് അത്രയും നല്ല റാങ്ക് വേണ്ടി വരും. ഓൾ ഇന്ത്യ മെറിറ്റ് ആകുമ്പോൾ ഇതിൽ കൂടെ നല്ല ഫീസ് കൂടുതലാണ്. സോ വലിയ ഓൾ ഇന്ത്യ മെറിറ്റാണ് കിട്ടാൻ ചാൻസ് കൂടുതൽ. അതായത് ഇപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ അറിയാത്ത കുറേ പേരുണ്ട്. അവരൊക്കെ വേണ്ടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് ബിടെക് ഐ ടി എ ഗുഡ് ഓൾട്ടർനേറ്റീവ് ഫോർ സി എസ് ഇൻ എസ് ഐ? ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി ഗുഡ് ചോയ്സ്. അപ്പോൾ എൻ്റെ അടുത്ത് ആരെങ്കിലും കുസീക്കിൽ സി എസ് എടുക്കട്ടോ എസ് ഒയിൽ ഐ ടി എടുക്കട്ടോ എന്ന് ചോദിച്ചാൽ അവർ എസ് ഒയിൽ ഐ ടി എടുക്കാം. കാര്യം ഓൾമോസ്റ്റ് ഈക്വൽ ആണ് കേട്ടോ. ഒരു എങ്ങനെ പോലും ഒരു 3-4 സബ്ജക്റ്റിൻ്റെ ഡിഫറൻസ് മാത്രമേ സി എസും ഐ ടിയും തമ്മിൽ വരുന്നുള്ളൂ. പ്ലേസ്മെന്റ്സ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഒരു കമ്പനി വരുമ്പോൾ സി എസ് എന്ന ഐ ടി എന്നതിലെ രണ്ട് കൂട്ടർക്കും പ്ലേസ്മെന്റ്സിന് ഇരിക്കാം. അപ്പോൾ സി എസ് പോലെ അത്രയും ഗുഡാണ് ഐ ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബ്രോ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. സപ്പോസ് എനിക്ക് തേർഡ് അലോട്ട്മെന്റിൽ ഫയർ ആൻഡ് സേഫ്റ്റി കിട്ടി. എനിക്ക് നേവൽ ആർക്കിടെക്ചർ ആണ് ഇഷ്ടം. സോ റിയൽ ടൈം അലോട്ട്മെന്റിന് പോയിട്ടും നേവൽ ആർക്കിടെക്ചർ കിട്ടിയില്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റിൽ നിന്ന് കിട്ടിയ ഫയർ ആൻഡ് സേഫ്റ്റി സീറ്റ് പോകുമോ? അപ്പോൾ തേർഡ് അലോട്ട്മെന്റിൽ ഫയർ ആൻഡ് സേഫ്റ്റി കിട്ടി. ഓക്കെ. തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്കൊരു കോഴ്സ് കിട്ടി. അപ്പോൾ അത് ആ കോഴ്സിന്റെ ഫീ പേ ചെയ്താൽ ആ കോഴ്സ് അവിടെ ഹോൾഡായി നിൽക്കും. പിന്നെ നിങ്ങൾക്ക് റിയൽ ടൈമിൽ പോയി കിട്ടിയോ കിട്ടിയില്ല അത് മാറ്റേഴ്സ് അല്ല. ഈ സീറ്റ് ഇവിടെ ഡെഫിനറ്റ്ലി കൺഫേം ആയിട്ട് കിടക്കും. സോ ഫീ പേ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അത് ഡെഫിനറ്റ്ലി ക്യാൻസൽ ആയിപ്പോ. ഏത് ഇയറിലെ ലാസ്റ്റ് റാങ്ക് ആണ് പറയുന്നത്? RIT MIT കെയും 13 കെയിലേക്ക് അപ്പുറത്തേക്ക് പോയിട്ടില്ല. ജനറൽ റാങ്ക് ഡീറ്റെയിൽസ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. 2024 സെക്കൻഡ് അലോട്ട്മെന്റ് വരെയുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ അത് നോക്കണ്ട. 2024 നോക്കണ്ട. നമുക്ക് മൂന്നാമത്തെ ഒരു അലോട്ട്മെന്റും കൂടെ 2024 നടന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല. ചേട്ടാ, ഹോസ്റ്റൽ അലോട്ട്മെന്റ് ഒക്കെ എങ്ങനെയാണ് എന്നതിനെ പറ്റി വീഡിയോ ചെയ്യോ? ഇൻ കേസ് ഓഫ് ഹോസ്റ്റൽ കിട്ടിയില്ലെങ്കിൽ എവിടെയാണ് സ്റ്റേ ചെയ്യാൻ സേഫ് എന്നൊക്കെ? ഡെഫിനറ്റ്ലി അഡ്മിഷൻ ടൈം ആകുമ്പോൾ എനിക്ക് പ്രൈവറ്റ് ഹോസ്റ്റലിന്റെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി അത് വീഡിയോ ചെയ്തിരിക്കും. ഓക്കെ. വിത്ത് എത്ര രൂപ പേയ്മെന്റ് എല്ലാത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം? അതിന് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എന്തായാലും ഇട്ടേക്കാം. അഡ്മിഷൻ ടൈമിൽ വേണ്ട ഓൾമോസ്റ്റ് കീമിനോണ്ട് എല്ലാ ഡോക്യുമെന്റ്സും തന്നെ കുസാറ്റിന് സെപ്പറേറ്റ് ആയിട്ടൊന്നുമില്ല. സോ ഇപ്പോൾ പറയാൻ നിന്ന വീഡിയോ നല്ല ലെങ്കി ആയി പോകും. സോ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ നോക്കാം, ചെയ്തിട്ടേക്കാൻ. ഓപ്ഷൻ കൊടുത്ത ബ്രാഞ്ചിന് തന്നെയാണോ സ്പോട്ട് അഡ്മിഷൻ വിളിക്കുക? അങ്ങനെയല്ല. അത് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ നിങ്ങൾക്ക് റിയൽ ടൈം വരെ നിങ്ങൾ എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് അത് കൺസിഡർ ചെയ്ത് മാത്രമേ നിങ്ങളെ വിളിക്കത്തുള്ളൂ. പക്ഷെ സ്പോട്ട് അങ്ങനെയല്ല. സ്പോട്ടിന് ഇപ്പോഴാണെങ്കിൽ നിങ്ങളിപ്പോൾ അവിടെ ഒരു 100 പേരാണ് സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിൽ ആ 100 പേരെ അവരുടെ റാങ്ക് അനുസരിച്ച് വിളിക്കും. വിളിച്ചിട്ട് ഇപ്പോൾ ഈ കുട്ടീനെ വിളിച്ചിട്ട് ഇന്ന കോഴ്സിന് ഇത് വേക്കൻ്റ് ഉണ്ട്, ഇന്ന കോഴ്സിനുണ്ട്, ഇന്ന കോഴ്സുണ്ട്, വേക്കൻ്റ് ഉള്ള സീറ്റ് എല്ലാം അവർ പറയും. നമുക്ക് ഏതാണോ താല്പര്യം ഇഷ്ടമുള്ള ചൂസ് ചെയ്യും. അങ്ങനെയാണ്. സ്പോട്ടിന് അങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പോൾ മെക്ക് 4 ഇയർ ആകുമ്പോൾ ടോട്ടൽ എക്സ്പെൻസ് എത്ര വരും? ഹോസ്റ്റൽ ഫീ ഇൻക്ലൂഡ് ആണ്? ഈ ഫീസ് ഡീറ്റെയിൽസിനായിട്ടത് ഹോസ്റ്റലൊന്നും ഇൻക്ലൂഡ് അല്ല. പിന്നെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ അണ്ടറിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ കിട്ടാൻ നല്ല ടൈറ്റ് ആയിരിക്കും. സോ നിങ്ങൾ പുറത്ത് PGയിലും എല്ലാം സ്റ്റേ ചെയ്യേണ്ടി വരും. പ്രൈവറ്റ് ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യേണ്ടി വരും. SOയിലുണ്ടല്ലോ. യൂണിവേഴ്സിറ്റി അണ്ടർ കോഴ്സുകൾക്ക് എന്തായാലും യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ കിട്ടും. SOയിലെ കോഴ്സുകൾ കിട്ടാൻ പാടാണ്. അപ്പോൾ മെക്കിന് എല്ലാ കോഴ്സുകളും തന്നെടാ. സെമ്മിന് ഒരു 33K വെച്ചും ഓൾ ഇന്ത്യ സ്റ്റേറ്റ് മെറിറ്റ് ആണെങ്കിൽ 33Kയും ഓൾ ഇന്ത്യ മെറിറ്റ് ആണെങ്കിൽ 55Kയും വെച്ച് സെമ്മിനാവും. സോ പ്രൈവറ്റ് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അതനുസരിച്ചും ആവും. പ്രൈവറ്റ് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു മന്ത്ലി ഒരു 5 to 6 ആവും. 5000-നും 6000-നും ഇടയ്ക്ക് എങ്ങനെ പോയാലും ഫുഡും അക്കോമഡേഷനും കൂടെ പേയ്മെന്റ് വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലാകുമ്പോൾ ആ ഫുഡിന് മാത്രമേ പൈസ ആവുള്ളൂ. എല്ലാം 300 മറ്റേ ഉള്ളൂ. സിറ്റി ഹോസ്റ്റലിൽ കിട്ടാൻ നോക്കുക. ഡിസ്റ്റൻസ് അനുസരിച്ചാണ് ഹോസ്റ്റൽ അലോട്ട് ചെയ്യുന്നത്. സോ നല്ല ഡിസ്റ്റൻസിനുള്ളവർക്കും പിന്നെ കാറ്റഗറി റിസർവേഷൻ SC ST കാരൊക്കെ ഡെഫിനറ്റ്ലി യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ SOയിലാണ്ടുള്ള കോഴ്സിലായാലും കിട്ടും.
ബാക്കി ജനറലിനൊക്കെ കിട്ടാൻ നല്ല പാടാണ്. അത്രയും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഒരു 300+ കിലോമീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് നോക്കണം. ഓ പ്ലീസ് മേക്ക് എ വീഡിയോ അബൌട്ട് ഹൗ മെനി സീറ്റ്സ് ആർ ദെയർ ഇൻ ഓൾ ബ്രാഞ്ചസ്. എടാ അത് വീഡിയോ വേണമെന്ന് എല്ലാവരും കമന്റ് ചെയ്യാം. എല്ലാ കോഴ്സിന്റെ എത്ര സീറ്റ് ഉണ്ട്, കാറ്റഗറി റിസർവേഷൻ സീറ്റ് ഒക്കെ എത്ര, CGW NRI സീറ്റ് എല്ലാത്തിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആണെങ്കിൽ കമന്റ് ചെയ്യും. ഹലോ, മെക്ക് ലാസ്റ്റ് ഇയർ 6000 റാങ്ക് വരെ പോയത് 3 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടാണോ അതോ റിയൽ ടൈം കഴിഞ്ഞിട്ടാണോ? സെക്കൻഡ് അലോട്ട്മെന്റിൽ 1800 വരെ പോയുള്ളൂ 2025. എടാ കുസാറ്റിന്റെ 2024 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കിടക്കുന്നത് റിയൽ ടൈം വരെ ഉള്ളതാണ്. തേർഡ് അലോട്ട്മെന്റും കഴിഞ്ഞൊരു റിയൽ ടൈം അഡ്മിഷൻ ഉണ്ട്. റിയൽ ടൈം വരെ ഉള്ള ലാസ്റ്റ് റാങ്കാണ് കിടക്കുന്നത്. ലാസ്റ്റ് ഇയറും ഇതേപോലെ കീമ് ലേറ്റ് ആയതുകൊണ്ട് തേർഡ് അലോട്ട്മെന്റ് വരെ നല്ല ടൈറ്റ് ആയിരുന്നു. പിന്നെ കീമിന്റെ 1-2 അലോട്ട്മെന്റ് വന്നപ്പോഴത്തേക്ക് റിയൽ ടൈമിലാണ് നല്ല ഇത്രയും റാങ്ക് പുഷ് നടന്നിട്ടുള്ളത്. സോ ഇതും ഇത്തവണ ഇതേപോലെ തന്നെ. അതിപ്പോൾ കീമ് വരാത്തതുകൊണ്ടാണ്. കീമ് വരുമ്പോഴത്തേക്ക് കുസാറ്റ് നല്ല രീതിയിൽ റിലാക്സ് ആവും. നെക്സ്റ്റ്, ഫീ പേയ്മെന്റിന്റെ കൂടെ സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്യേണ്ടേ? കോൺടാക്ട് സർട്ടിഫിക്കറ്റ് റിന്യൂവൽ ചെയ്യണോ? അയാളെ റിപ്പീറ്റ്. അതിനെ കുറിച്ച് പറയാം. എടാ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന CC കോൺടാക്ട് സർട്ടിഫിക്കറ്റിന് 6 മാസം മാത്രമേ വാലിഡിറ്റി ഉള്ളൂ. സോ നിങ്ങൾ ഇപ്പോൾ ഡയറക്റ്റ് +2 കഴിഞ്ഞ ആളാണെങ്കിൽ കുഴപ്പമില്ല. റിപ്പീറ്റർ ആണെങ്കിൽ സ്കൂളിൽ ചെന്ന് പുതിയ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എടുക്കണം. അത് പിന്നെ ഫീ പേയ്മെന്റിന്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നത് മാൻഡറ്ററി അല്ല, നിർബന്ധമില്ല. സോ നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ എന്തായാലും കോൺടാക്ട് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ എന്തായാലും സ്കൂളിൽ പോയി പുതിയ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് സെറ്റ് ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് ഫോർഗോട്ട് ടു അപ്ലൈ ഫസ്റ്റ് അലോട്ട്മെന്റ്. ഫസ്റ്റ് അലോട്ട്മെന്റ് ഒക്കെ അപ്ലൈ ചെയ്യാൻ മറന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് ഇനി ഉള്ളി സ്പോട്ടിൽ മാത്രമേ ചാൻസ് ഉള്ളൂ. അത് അപ്ലൈ ചെയ്യാത്തവർക്ക് റിയൽ ടൈം വരെയും ചാൻസ് ഇല്ല, സ്പോട്ടിന് മാത്രമേ ചാൻസ് ഉള്ളൂ. എനിക്ക് കുസാറ്റിൽ മെക്ക് കിട്ടി, അപ്പോൾ സ്പോട്ടിൽ ചേഞ്ച് ചെയ്ത് ഈസി ആകാൻ പറ്റുമല്ലോ അല്ലേ? സ്പോട്ടിൽ ഈസിക്ക് സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറ്റും, ഇല്ലെങ്കിൽ മെക്കിനെ പഠിക്കേണ്ടി വരും. അപ്പോൾ റിയൽ ടൈം ഒരു സീറ്റ് കിട്ടിയാൽ നമുക്ക് വീണ്ടും സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി പറ്റൂടാ. കുസാറ്റിൽ സ്പോട്ടിൽ അങ്ങനെ ഇത് കിട്ടിയവരൊക്കെ വരാൻ പാടില്ല, അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. കുസാറ്റിന്റെ കാറ്റ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ള ആരൊക്കെ സ്പോട്ട് അഡ്മിഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സ്പോട്ടിൽ NRI കോട്ട വെച്ച് കയറാൻ പറ്റുമോ? എക്സാം രജിസ്ട്രേഷൻ ടൈമിൽ കൊടുത്തിട്ടില്ല. NRI ഇസ് ദെയർ എനി ഓപ്ഷൻ? ഓൾസോ ബിടെക് സേഫ്റ്റി, ഫയർ ആൻഡ് സേഫ്റ്റിക്ക് NRI സീറ്റ് വേക്കൻസി ഉണ്ടാകുമ്പോൾ വിളിച്ചോ ലാസ്റ്റ്. എടാ NRIനെ കുറിച്ച് പറയാനാണെങ്കിൽ NRI സീറ്റ് സ്പോട്ടിൽ വേക്കൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്നാമത്തെ സ്പോട്ടിലില്ല, രണ്ടാമത്തെ സ്പോട്ടിലില്ല, ഏറ്റവും അവസാനത്തെ സ്പോട്ടിൽ നമ്മൾ ചോദിച്ചാൽ അവർ തരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചോദിക്കണം NRI സീറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ തരും. ഫയർ ആൻഡ് സേഫ്റ്റിക്കൊക്കെ NRI സീറ്റ് കാണാൻ ചാൻസ് വളരെ കുറവാണ്. സോ ലാസ്റ്റ് സ്പോട്ടിൽ NRI സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് മേടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ രജിസ്ട്രേഷൻ ടൈമിൽ അടയ്ക്കാം. രജിസ്ട്രേഷൻ ടൈമിൽ NRI അപ്ലൈ ചെയ്തത് 5000 രൂപ ഫീസ് കെട്ടി വെച്ചാണ് അപ്ലൈ ചെയ്തത്. സോ ആ 5000 രൂപ കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും. അതോടെ ശ്രദ്ധിച്ചോട്ടെ. I got naval architecture and shipbuilding and NIT Calicut civil, which is better. Both are different. അങ്ങനെ വെച്ചാൽ വളരെ ടൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് വൺ ഓഫ് ദ ബെസ്റ്റ് കോഴ്സ് ആണ്. പിന്നെ മറ്റേന്ന് പറഞ്ഞാൽ NIT Calicut വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജാണ്. സോ ഇത് ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ല. നിന്റെ ഒരു ചോയ്സ് ആണ് ഗിരി. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ചൂസ് NIT Calicut. സോ കാരണം NIT ടാഗ് അത് വേറെ ലെവലാണ്. NIT എന്നൊക്കെ പഠിച്ചിറങ്ങി എന്നൊക്കെ പറയാൻ തന്നെ ആ കിട്ടുന്ന ഒരു എക്സ്പോഷറൊക്കെ വെച്ച് ഞാനാണെങ്കിൽ NIT ചൂസ് ചെയ്യും. പക്ഷേ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് ഈസ് ബെറ്റർ കോഴ്സ്. സോ ലാസ്റ്റ് ഡിസിഷൻ നിൻ്റേത്. നോക്കടാ. അപ്പോൾ നെക്സ്റ്റ് അലോട്ട്മെന്റിൽ എനിക്ക് CS കുട്ടനാട് കിട്ടിയാൽ എനിക്ക് തൃക്കാക്കര വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? സ്പോട്ടിൽ നോക്കാൻ പറ്റുമോ? സ്പോട്ടിൽ കിട്ടിയില്ലെങ്കിൽ പൈസ റീഫണ്ട് ആക്കുമോ?
എടാ സ്പോട്ടിൽ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ആ സീറ്റ് വേണ്ടെങ്കിൽ അവരൊരു റീഫണ്ട് ചെയ്യാനുള്ളൊരു ഡേറ്റ് വയ്ക്കും. ആ ഡേറ്റിനിടയിൽ റീഫണ്ട് പോളിസിക്ക് അപ്ലൈ ചെയ്ത ഡെഫിനറ്റ്ലി 100% നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻ കൊടുത്തപ്പോൾ മാറിപ്പോയി, ഫസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ് കൊടുത്തു, ഈ രക്ഷയില്ലേ ഫസ്റ്റ് ഓപ്ഷൻ. ഇല്ലടാ, സ്പോട്ടിൽ നോക്കേ. അങ്ങനെയുള്ളവരൊക്കെ സ്പോട്ടിൽ മാക്സിമം ട്രൈ. പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, ആർ യു സ്റ്റഡിങ്? എടാ, എന്നെക്കുറിച്ച് കുറച്ചൊക്കെ ചോദിച്ച് ഡെഫിനറ്റ്ലി ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ എന്തിനാണ് ചെയ്യുന്നതാണ് നിങ്ങൾ ചിലപ്പോൾ നെട്ടും ചാൻസ് ഉണ്ട്. സോ ഞാൻ എന്നെക്കുറിച്ച് എന്തായാലും ഒരു വീഡിയോ ചെയ്യാം. എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേ. ചേട്ടാ, നീറ്റ് സ്കോർ അപ്ലോഡ് കീമിൽ ചെയ്യേണ്ടത് എപ്പോഴാണ്? അതാ ഈ ക്വസ്റ്റ്യൻ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നീറ്റും കീമുമായിട്ട് എന്തൊരു ബന്ധം? എടാ, നീറ്റ് എഴുതുന്ന കുട്ടികൾ കീമിന് അപ്ലൈ ചെയ്തിരിക്കണം. എന്തിനാന്ന് വെച്ചാൽ അവർക്കൊരു കേരളയിൽ സ്റ്റാറ്റസ് കിട്ടാനാണ്. സോ അല്ലാതെ മാർക്ക് അപ്ലോഡ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കീം എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. നീറ്റിന് വന്നിരിക്കുന്നത് ഗവൺമെന്റ് കോളേജിൽ കേരളയിട്ട് റിസർവേഷൻ കിട്ടാനായിട്ട് കീമിന് അപ്ലൈ ചെയ്തിരിക്കണം. അത്രേ ഉള്ളൂ. വേറെ അപ്ലോഡ് ചെയ്യണോ അങ്ങനെയൊന്നുമില്ല. നെക്സ്റ്റ്. അപ്പോൾ കുസാറ്റ് എങ്ങനെ, നല്ലതാണോ? പഠിത്തം, ക്യാമ്പസ് ലൈഫ്, ബെസ്റ്റ് ഒക്കെ നൈസാണ്. കുസാറ്റ് എനിക്ക് 22K ആണ് റാങ്ക്. എവിടെയും നല്ലയിടത്ത് മെക്ക് കിട്ടുമോ? 22K ആണ് റാങ്ക്, എവിടെയെങ്കിലും മെക്ക് കിട്ടുമെന്ന്. എടാ, മെക്കാനിക്കലിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്കൗട്ട് ചെയ്യാൻ. ഞാൻ എന്തായാലും താഴെ കൊടുത്തേക്കാം. ഞാൻ എല്ലാ കോഴ്സിന്റെ ഇതേപോലെ വെറൈറ്റി കോഴ്സിന്റെ ഒക്കെ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു. പക്ഷെ ആ വീഡിയോയ്ക്കൊന്നും വേണ്ടപ്പോൾ റെസ്പോണ്ട് കിട്ടുന്നില്ല. നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമന്റ് ചെയ്തോ, ചെയ്യാം. കാറ്റഗറി റാങ്ക് ലിസ്റ്റ് എപ്പോ വരും? എടാ, കാറ്റഗറി അത് ഉടനെ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അലോട്ട്മെന്റ് ടൈം അടുത്തൊക്കെ ആവും. ലാസ്റ്റ് ഇയറും കാറ്റഗറി റാങ്ക് ലിസ്റ്റ് ഓൾമോസ്റ്റ് ഒരു അലോട്ട്മെന്റിലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒരു 3 ദിവസം മുന്നെയാണ് വന്നത്. സോ ടൈം എടുക്കും. പിന്നെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വെച്ച് വലിയ യൂസ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കാറ്റഗറിയിൽ റാങ്ക് ലിസ്റ്റിൽ എത്രാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നറിയാം, അല്ലാതെ വേറെ യൂസ് ഒന്നുമില്ല. നെക്സ്റ്റ് അതുമായിട്ട് അത് റിലേറ്റ് ചെയ്ത് തന്നെ. അപ്പോൾ എല്ലാവരും പറയുന്നു കാറ്റഗറി റാങ്ക് ഒക്കെ ഉണ്ട്. അതെന്താ സംഭവം? ഒരു സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ആണോ, റാങ്കാണോ, ലാസ്റ്റ് ഇയർ ഡീറ്റെയിൽസ് ലൈക്ക് EWS അതുമായി കമ്പയർ ചെയ്യേണ്ടത് ഇനി വരാൻ പോകുന്ന കാറ്റഗറി ആണോ? ഇവിടെ അല്ല, നിങ്ങൾ ലാസ്റ്റ് റാങ്ക് നിങ്ങളുടെ ജനറലാണ് കിടക്കുന്നത്. കാറ്റഗറി റാങ്ക് ലിസ്റ്റ് കൊണ്ട് വലിയ യൂസ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് ഇത് കാറ്റഗറിയിൽ എത്ര സ്ഥാനത്താണ് നിൽക്കണേന്ന് അറിയാൻ പറ്റും. അല്ലാതെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് അല്ല ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കിടക്കുന്നത്. അത് വരും. കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വെച്ച് വേറെ വലിയ യൂസ് ഒന്നും ഇല്ല. ഈ ഇഷ്യൂസ് ഫാർമസി അലോട്ട്മെന്റിന് അഫക്റ്റ് ചെയ്യും. കീമിന്റെ ഇഷ്യൂ ആണ് ഇല്ലെന്നാണ് എൻ്റെ ഒരു ഇത്. എൻ്റെ ഒരു അറിവിൽ ഫാർമസിക്ക് +2 മാർക്ക് അടിയില്ല, എൻട്രൻസ് സ്കോർ ഉള്ളിയാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് പൂർണ്ണമായിട്ട് അറിയാൻ കമന്റ് ചെയ്തോ. അതിനെക്കുറിച്ച് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേ. എൻ്റെ ഒരു അറിവിൽ ഫാർമസിക്ക് ഇത് അഫക്റ്റ് ചെയ്യില്ല. എൻട്രൻസ് സ്കോർ മാത്രം എടുത്താണ് ഫാർമസി റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 360 മാർക്കിന് 5K, 2024 360 മാർക്കിന് 12K, 2025 365 മാർക്ക് 17K. IMA സ്റ്റേറ്റ് സ്റ്റുഡൻറ്. ദിസ് ഈസ് അൺഫെയർ. CBSE-കാർക്ക് മാർക്ക് കുറഞ്ഞു, സ്റ്റേറ്റുകാർക്ക് റാങ്ക് കുറഞ്ഞു. റാങ്ക് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ്. എടാ, ഇതൊരു ലോജിക് ഇല്ലാത്ത ക്വസ്റ്റ്യാണ്. ഈ വേരിയേഷൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഈ ലാസ്റ്റ് കഴിഞ്ഞ വർഷത്തെ മാർക്കും വെച്ച് നിങ്ങൾ ആ റാങ്ക് കമ്പയർ ചെയ്യുന്നത് ഒട്ടും ഇതല്ല. കാര്യം എന്ന് വെച്ചാൽ ഇയർ ബൈ ഇയർ കോമ്പറ്റീഷൻ കൂടിയിരിക്കും. ലാസ്റ്റ് ഇയർ തന്നെ ഓൾമോസ്റ്റ് 50K സ്റ്റുഡൻസ് മാത്രമേ ക്വാളിഫൈ ആയിട്ടുള്ളൂ. ഈ ഇയർ അതിപ്പോൾ ഒരു 75Kയിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. സോ ഇയർ ബൈ ഇയർ കോമ്പറ്റീഷൻ കൂടിയാണ്. അതുപോലെ ഇത്തവണ സ്റ്റാൻഡർഡൈസേഷൻ എന്നൊരു സംഭവം നടത്തിയിട്ടില്ല. സോ എന്തെന്നൊക്കെ പറഞ്ഞാലും മാർക്ക് ഇൻക്രീസ് ആവും റാങ്കിനനുസരിച്ച്. സോ ഈ ക്വസ്റ്റ്യൻ എനിക്ക് ലോജിക് ഉള്ളതായിട്ട് തോന്നുന്നില്ല. നെക്സ്റ്റ്. ഇനി അപ്ഡേറ്റ്സ് അബൌട്ട് ദ കേസ്. എടാ, കേസിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ
ചൊവ്വാഴ്ച, ഇനി വരാൻ പോകുന്ന ചൊവ്വാഴ്ച കോടതി ഗവൺമെന്റിന്റെ ഹിയറിംഗ് കേൾക്കുന്നതാണ് അറിഞ്ഞത്. ഒരു പാർട്ടി സ്റ്റേക്ക് വേണ്ടി കോടതിയിൽ പോയിട്ടുണ്ട്. പക്ഷേ കോടതി സ്റ്റേ ഹർജി തള്ളിയിട്ടുണ്ട്. കേസിനെ കുറിച്ച് ചൊവ്വാഴ്ച അറിയാൻ പറ്റും. ഓൾമോസ്റ്റ് ചൊവ്വാഴ്ച അറിയാൻ പറ്റും. കുസാറ്റ് ഇന്റഗ്രേറ്റഡ് MCA എങ്ങനെയുണ്ട് എടുക്കാമോ? ഇവിടെ ഇന്റഗ്രേറ്റഡ് MCA കുസാറ്റിൽ ഈ ഇയർ തൊട്ട് വരുന്ന കോഴ്സാണ്. 5 ഇയർ ഇന്റഗ്രേറ്റഡ് ആണ്. BCAയും കിട്ടും, MCAയും കിട്ടും. സോ അതിനെക്കുറിച്ച് നമുക്കൊന്നും പ്രഡിക്റ്റ് ലാസ്റ്റ് റാങ്കോ എങ്ങനെയുണ്ട്, പ്ലേസ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ ഇയർ തൊട്ട് വരുന്നതേ ഉള്ളൂ കോഴ്സ്. ഈ ഇയർ ജോയിൻ ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് ബാച്ച്. അപ്പോൾ കുസാറ്റ് ടോട്ടൽ എത്ര അലോട്ട്മെന്റ് ആണ് ഉള്ളത്? ലാസ്റ്റ് സ്പോട്ട് റൗണ്ട് ഓൺലൈൻ വഴിയാണോ? കുസാറ്റ് 3 അലോട്ട്മെന്റ്, ദെൻ ഒരു റിയൽ ടൈം, 3 സ്പോട്ട് എല്ലാം ഓഫ്ലൈൻ ആയിരിക്കും. തേർഡ് അലോട്ട്മെന്റ് കിട്ടിയാൽ സ്പോട്ടിൽ പോകാമോ? ഡെഫിനറ്റ്ലി പോകാം. കുസാറ്റ് ഫീ റീഫണ്ട് പോളിസി അറിയാമോ? റീഫണ്ട് ടൈം ആകുമ്പോൾ ഡെഫിനറ്റ്ലി വീഡിയോ ചെയ്യും. അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഡെഫിനറ്റ്ലി എന്തായാലും കറക്റ്റ് ടൈമിൽ വീഡിയോ ചെയ്യും. ആ ഒരു പറയുന്ന ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾ റീഫണ്ടിന് അപ്ലൈ ചെയ്താൽ നിങ്ങളെ ഫുൾ എമൗണ്ട് റീഫണ്ട് കിട്ടും. സ്പോട്ട് ട്രൈ ചെയ്യണമെങ്കിൽ തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കോഴ്സ് ലീവ് ചെയ്യണോ? അതോ ആ കിട്ടിയ കോഴ്സ് ഫീ ചെയ്ത് ഹോൾഡ് ചെയ്ത് സ്പോട്ടിൽ ട്രൈ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടിയ കോഴ്സ് നിങ്ങൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഫീ പേയ്മെന്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്പോട്ടിൽ പോവാം. കിട്ടിയാൽ അതെടുക്കാം, അല്ലെങ്കിൽ ഇതെടുക്കാം. അപ്പം ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് റീഫണ്ടും മേടിക്കാം. എന്താ ഇപ്പോൾ 5846 റാങ്കിലുണ്ട്. ജനറലാണ്, IT ആണ് നോക്കുന്നത്. അതും കുട്ടനാടാണ്. അലോട്ട്മെന്റിൽ 300 വെയിറ്റിംഗ് ലിസ്റ്റ് കിടക്കുന്നു. എന്താ ചെയ്യുന്നത്? കീം വരാത്തതിന്റെ പ്രശ്നമാണ്. പിന്നെ തേർഡ് അലോട്ട്മെന്റ് ഉണ്ട്, റിയൽ ടൈം ഉണ്ട്, 3 സ്പോട്ട് ഉണ്ട്. ഡെഫിനറ്റ്ലി വേരി ചെയ്യും. കുട്ടനാടൊക്കെ 5000-നൊക്കെ IT വിഭാഗത്തിൽ സുഖമായിട്ട് കിട്ടേണ്ടതാണ്. കീം അലോട്ട്മെന്റ് എന്ന് സ്റ്റാർട്ടാണ്? ചൊവ്വാഴ്ച ലാസ്റ്റ് ഗവൺമെന്റിന്റെ ഹിയറിംഗ് ആണ്. അതും കൂടെ കഴിയുമ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടും. എൻ്റെ കോടതി കേസ് തള്ളുകയാണെങ്കിൽ ഉടനെ വിത്തിൻ 1 വീക്കിനുള്ളിൽ ഓപ്ഷൻ ചെയ്ത ശേഷം പിന്നെ അലോട്ട്മെന്റ് ഒക്കെ ടക്കെന്ന് പറഞ്ഞാൽ നടക്കും. ഇനി നീട്ടുകയാണെങ്കിൽ എന്തായാലും ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. കുസാറ്റ് സെക്കൻഡ് അലോട്ട്മെന്റ് ഫീസ് അടയ്ക്കേണ്ടത് എത്ര മണി വരെ? നിങ്ങൾക്ക് എത്ര മണി വരെ ഡേറ്റ് വന്നാലും അതിപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് 7th വരെയാണ്. 7ാം തീയതി ആകുമ്പോൾ 7ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. സോ 7ാം തീയതി ആകുമ്പോൾ 7ാം തീയതി രാത്രി 12 മണി വരെ ടൈമുണ്ട്. പിന്നെ ആരും ലാസ്റ്റ് വരെ നോക്കേണ്ട. കുസാറ്റിന്റെ സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സോ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ ഫീസ് പേ ചെയ്യാൻ നോക്കുക. തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ അടുത്ത പ്രോസസ് എന്തൊട്ടാണ്? തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ഫീ പേയ്മെന്റ് ചെയ്യുക. ദെൻ റിയൽ ടൈമിൽ ഹയർ ഓപ്ഷൻ ആണെങ്കിൽ റിയൽ ടൈമിൽ നോക്കുക. ഇപ്പോൾ കുസാറ്റ് തൃക്കാക്കര മെക്കാണോ അതോ ലാസ്റ്റ് 3 ഗവൺമെന്റ് കോളേജിലെ മെക്കാണോ ടോപ്പ്? അങ്ങനെ ചോദിച്ചാൽ കുസാറ്റിൽ കിട്ടുന്ന എക്സ്പോഷർ ലാസ്റ്റ് 3 ഗവൺമെന്റ് കോളേജിൽ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. പ്ലേസ്മെന്റ് വൈസ് അത്യാവശ്യം ഡീസന്റ് പ്ലേസ്മെന്റ് കുസാറ്റിലുണ്ട്. അത്യാവശ്യം നല്ല നല്ല ക്ലബുണ്ട്. ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയാൻ ഗവൺമെന്റ് ഇതിലാവുമ്പോൾ ഫീ വരുന്നില്ല. കുസാറ്റിൽ അത്യാവശ്യം നല്ല ഫീ വരുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഓക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി കുസാറ്റിൽ പോവാം. അപ്പോൾ കുസീക്ക് ലോവർ GCനേക്കാളും ബെറ്റർ ആണോ? കുസീക്കിലെ കേസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് SOയിൽ കിട്ടുന്ന സെയിം അതേ ക്യാമ്പസ് ലൈഫ് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുസീക്കിൽ പ്ലേസ്മെന്റ് വൈസ് SOയും കുസീക്ക് എല്ലാം ഈക്വൽ ആണ്. നല്ല ഫാക്കൽറ്റീസും ലാബ് ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ആ SOയിൽ കിട്ടുന്ന ഒരു ക്യാമ്പസ് ലൈഫ് കിട്ടില്ല. കുസീക്കിലെ ക്യാമ്പസ് എന്ന് പറയുന്നത് ഒരു റൂറൽ ഏരിയ, കുട്ടനാട് റൂറൽ ഏരിയയാണ്. അത്യാവശ്യം നല്ല ചെറിയ ക്യാമ്പസാണ്. 1-2 ബിൽഡിംഗ് പറ്റേ ഉള്ളൂ. സോ ക്യാമ്പസ് ലൈഫ് ലിമിറ്റഡ് ആയിരിക്കും. ആ ഒരു പ്രശ്നം മാത്രമേ കുസീക്കിൽ കാണുന്നുള്ളൂ. റിയൽ ടൈം അലോട്ട്മെന്റ് ആൻഡ് സ്പോട്ട് അഡ്മിഷൻ സെയിം അല്ലേ? എല്ലാവർക്കും ഒരുപാട് കമന്റ് വന്ന ക്വസ്റ്റ്യനാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. റിയൽ ടൈം അലോട്ട്മെന്റ് ലാസ്റ്റ് ഇയർ വരെ ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും നടന്നുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ഇയർ ട്രെൻഡ് വരെ സംഭവം എന്ന് വെച്ചാൽ റിയൽ ടൈം അലോട്ട്മെന്റിൽ ഈ 3 അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് 4ാമത് ഒരു അലോട്ട്മെന്റ് പോലെ ഓൺലൈൻ വഴിയായിരിക്കും. 3 അലോട്ട്മെന്റിൽ കിട്ടാത്ത ഒരാൾക്കാണെങ്കിൽ സ്പോട്ട് പോലെ ഓഫ്ലൈനിൽ ക്യാമ്പസിൽ പോവേണ്ടി വരും. സോ ഇത്തവണ റൂള് ചേഞ്ച് ചെയ്തിട്ടുണ്ട്.
കിട്ടിയ ആളായാലും കിട്ടാത്ത ആളായാലും റിയൽ ടൈം എന്ന് പറയുന്നത് നാലാമതൊരു ഫോർത്ത് ഓൺലൈൻ അലോട്ട്മെന്റ് ആയിരിക്കും. ഓഫ്ലൈൻ പോകേണ്ട ആവശ്യമില്ല, ഓൺലൈൻ ആയിരിക്കും. ഞാൻ ഒരുപാട് പേർക്ക് കമന്റ് ഓഫ്ലൈൻ പോകണമെന്ന് ഇട്ടിട്ടുണ്ട്. സോ അവരെല്ലാം നോക്കുക. ഇപ്പോഴാണ് യൂണിവേഴ്സിറ്റി റൂൾ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ആരൊക്കെ ഓഫ്ലൈൻ പോകണ്ട, റിയൽ ടൈം എന്ന് നോക്കണം, പക്ക ഓൺലൈൻ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു തേർഡ് കഴിഞ്ഞ് ഒരു ഫോർത്ത് അലോട്ട്മെന്റ് മതി. സ്പോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര റാങ്ക് വരെ ഉള്ളവരെ അവർ വിളിക്കും. ആ സമയത്ത് ക്യാമ്പസിൽ ഓഫ്ലൈൻ ആയിട്ട് അറ്റൻഡ് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻസ്ട്രുമെന്റേഷൻ ഫീസ് ഒക്കെയാണ്. ഇൻസ്ട്രുമെന്റേഷന് അറൗണ്ട് ഒരു 25K ഫസ്റ്റ് സെമി അടയ്ക്കേണ്ടി വരും. പിന്നെ ഒരു 22K മന്ത്ലി വരും, സെം വൈസ് വരും. സ്പോട്ട് അലോട്ട്മെന്റ് രജിസ്ട്രേഷൻ ടൈം ആയിട്ടില്ലല്ലോ, ആവുമ്പോൾ ഒരു വീഡിയോ ഇടാം. ഡെഫിനറ്റ്ലി ഇടും. അതായത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ വീഡിയോ ഒക്കെ ടൈമിന് ഇടും. എന്താണ് റിയൽ ടൈം ആൻഡ് സ്പോട്ട് ഡിഫറൻസ്? ഇതിലെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ ഇതിനെ കുറിച്ച് കിട്ടിയെന്ന് മനസ്സിലായി കാണും. സോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോസ് ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ. സോ ഇനി ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.